പ്രിയമുള്ളവരെ, പോസിറ്റീവ് അറ്റ് 60+ എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന വീഡിയോ ജാതി കൃഷിയെ പറ്റിയാണ്. അതിൻ്റെ കർഷകൻ CC ജോൺ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃഷി പരിചയത്തിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. അദ്ദേഹത്തിന്റെ ജാതിത്തോട്ടത്തിലാണ് നാം നിൽക്കുന്നത്. ഇപ്പൊ ഈ ജാതി വെച്ചിട്ട് എത്ര നാളായി ജോണത്ത്? ജാതി ഒരു 3 വർഷത്തോളം ആയിട്ടുണ്ട്. 2.25 വർഷം 3 വർഷം ആയിട്ടുണ്ട്. അപ്പോൾ ജാതി കായ്ച്ചു കഴിഞ്ഞു. ഇതാ 2.25 വർഷമായ ജാതിയാണ് ഈ കായ്ച്ചു കിടക്കുന്നത്. ഇതിന്റെ സംരക്ഷണത്തെ പറ്റി പറഞ്ഞാൽ എങ്ങനെയാണ്? ജാതി കൃഷി എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചെലവേറിയ കൃഷിയാണ്. നമുക്കൊരു തൈക്ക് ഒരു 500 രൂപയോളം മുടക്ക് വരും. തൈ മേടിക്കുമ്പോൾ തന്നെ 500 രൂപ മുടക്ക് വരും. അതുപോലെ തന്നെ അതിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞാലും ചിലവേറിയതാണ്. അതിന് നല്ലപോലെ വേനൽക്കാലത്ത് നല്ലപോലെ വെള്ളം കൊടുക്കണം. മഴക്കാലത്താണെങ്കിലും നമ്മൾ കൃഷി ചെയ്ത് ജൈവവളങ്ങളും ആണ് ഇതിനാൽ പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ജൈവവളത്തിനും ഒക്കെ ഇപ്പം വളരെ വില കൂടുതലാണ്, കിട്ടാനില്ല. അതുകൊണ്ട് വില കൂടുതൽ കൊടുത്ത് വേണം ജൈവവളം മേടിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൃഷി ഇത് കൂടിയതാണ്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ജാതി കായ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്കിതിൽ നിന്ന് എല്ലായ്പ്പോഴും ഇപ്പോഴത്തെ പുതിയ ബഡ്ജാതി എന്ന് പറഞ്ഞാൽ എപ്പോഴും കായ്ക്കുന്നതാണ്. അത് ഈ ജൂൺ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്നതെങ്കിലും നമുക്ക് എപ്പോഴും ഇതിൻ്റെ കാ പൊട്ടിക്കൊണ്ടിരിക്കും. ഇത് കാ എടുത്ത് പൊളിച്ച് നമ്മൾ പത്രി നല്ല ഫ്ലവർ രൂപത്തിലൊക്കെ ആക്കി കൊടുത്താൽ ഇപ്പോൾ ഒരു 2000 രൂപ വരെയൊക്കെ നമുക്ക് വില ലഭിക്കും. കായ്ക്ക് ഇപ്പം 330 രൂപ വിലയുണ്ട്. അപ്പം ഇത് ജാതി കൃഷിക്ക് ഇച്ചിരി പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് നല്ല ദീർഘകാല വിളയിൽ നമുക്ക് കുറേ കാലങ്ങൾ ഇതിൻ്റെ ആദായം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഈൽഡ് വരുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ്. അപ്പോൾ ഇത് ഉണങ്ങിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് എനിക്ക് സ്പൈസസ് ബോർഡിൽ നിന്ന് 50% സബ്സിഡിയോടുകൂടി ഒരു ട്രയർ എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ആ ട്രയറും അഗ്രികൾച്ചറിൽ ഒരു ഇലക്ട്രിക് കണക്ഷനും അതിൻ്റെ കറണ്ട് ചാർജ് 3 രൂപയോട് താഴെ വരത്തുള്ളൂ. അത് രണ്ടും എനിക്ക് ലഭിച്ചിട്ടുണ്ട്, ആനുകൂല്യത്തോടു കൂടി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്ന കാകളെ പൊളിച്ച് എൻ്റെ ട്രയറിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പത്രിക ഉണങ്ങി നല്ല ഫ്ലവർ രൂപത്തിലും കിട്ടും. കായ്ക്ക് ഒരു 3-4 ദിവസം കൂടെ കിടന്നു കഴിയുമ്പോൾ കായ് ഉണർന്ന് കിട്ടുക. അപ്പം നമുക്ക് വെയിൽ ആശ്രയിക്കാതെ നമ്മുടെ ജോലിഭാരം ഒത്തിരി കുറഞ്ഞു കിട്ടും. ഇപ്പം ലേബർ ആൾക്കാരില്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ട് തന്നെ ഇത് മാനേജ് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഈ ജാതി കൃഷിയെ സംബന്ധിച്ച് പറയുന്നത്. ജാതി കൃഷി നമുക്ക് വളരെ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ആദ്യമായ നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അത് ഇതിന് തയ്യാറാകുന്നവരും ഇത് കിട്ടണം. ജലസേചനം വളരെ പ്രധാനമാണ്. എനിക്ക് ഇപ്പോൾ ഒരു ചെറിയ പരാജയമായിട്ട് തോന്നുന്ന ഈ വെള്ളത്തിൻ്റെ ദൗർലഭ്യം എന്നെ ശരിക്കും അലട്ടുന്നുണ്ട്. എങ്കിലും ഞാനത് വണ്ടിയിൽ അതിൻ്റെ ചിലവോ ലാഭനഷ്ടം കൂടാതെ വെള്ളം ഞാൻ ലോറിയെ കൊണ്ടുവന്ന് അടുപ്പിച്ചിട്ട് എനിക്ക് 2-3 ടാങ്കുകളുണ്ട്. അതിനകത്ത് കൊണ്ട് അടിച്ച് നിറയ്ക്കും. എന്നിട്ട് വെള്ളം ഞാൻ ഓസിൽ കൂടെയും ഇതിൽ കൂടെയും ഞാനിതെല്ലാം ട്രിപ്പ് ഇറിഗേഷൻ ചെയ്തിരിക്കുകയാണ്. ഓരോന്നിൻ്റെ ചുവട്ടിലും വെള്ളം ചെല്ലുന്ന രീതിയിലുള്ള ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ജാതി വളർന്നു കഴിയുമ്പോഴത്തേന് ഈ ട്രിപ്പിൻ്റെ ഇതുകൊണ്ട് പോരാ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം ജോലിക്കാരെ നിർത്തി ഈ ഓസിൽ കൂടെ ഞാൻ വെള്ളം നനപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജാതിക്ക ഉദ്ദേശം എത്ര ഉണ്ടെങ്കിൽ നമുക്ക് 1 കിലോ കുരു കിട്ടും? 1 കിലോ കുരു ഉണ്ടെങ്കിൽ നമുക്ക് 10 കിലോ കിട്ടും. പത്രിയും കുരു അത് നമുക്ക് അതിനെപ്പറ്റി ഒരു കൃത്യമായ ഒരു നമ്പർ പറയാൻ പറ്റത്തില്ല. ഇത് ജാതിയിൽ തന്നെ ഒരുപാട് ഇനങ്ങളുണ്ട്, ഹൈബ്രിഡ് ഇനങ്ങളുണ്ട്. ഇപ്പം പുതിയ ഇനങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ചിലപ്പം കുരുവിൻ്റെ പുറം മുഴുവൻ പത്രി പൊതിഞ്ഞിരിക്കുന്ന ഒരു സൈസ് ഉണ്ട്. അപ്പോൾ അത്രയ്ക്കൊക്കെ കൂടുതൽ പത്രി കിട്ടും. മുഴുത്ത കായുമായിരിക്കും. അപ്പോൾ ഈ ചിലത് ചെറിയ കായായിരിക്കും, പത്രി അങ്ങ് കുറേശ്ശെ പത്രി കാണത്തുള്ളൂ. അതൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് ഇതുണ്ടല്ലോ. അതൊരു കൃത്യമായിട്ട് എത്ര കായെന്ന് പറയാൻ പറ്റുകയില്ല. എൻ്റെ അനുഭവത്തിൽ എനിക്ക് പല സൈസുണ്ട്. ഞാനിത് ആദ്യം കൃഷി ചെയ്തപ്പം എനിക്കിതേപ്പറ്റി
വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാത്ത സമയത്താണ്. അപ്പം ഞാൻ ഈ നേഴ്സറിയിൽ നിന്ന് കുറേ ജാതി മേടിച്ച് കൊണ്ട് വെച്ചു. അപ്പം ആ ജാതികളൊക്കെ ചെറിയ കായും ചെറിയ പത്രിയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇത് കുറച്ചുകൂടെ വിപുലീകരിച്ച് കുറച്ചുകൂടെ ഒക്കെ കൂടുതൽ വെച്ചപ്പോഴത്തേന് ഞാൻ അതിൻ്റെ നല്ല ഇനം നോക്കി നേഴ്സറിയിൽ പാലക്കാട് ചീരക്കുഴി എന്ന് പറഞ്ഞൊരു നേഴ്സറിയിൽ നിന്ന് ആണ് എൻ്റെ മേളിൽ ഞാൻ അവിടെ വെച്ചിരിക്കുന്ന ജാതികളെല്ലാം വെച്ചിരിക്കുന്നത്. അത് കുറച്ചൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പത്രിക്ക് നല്ല കനമുണ്ട്, കുരുവിന് വലിപ്പമുണ്ട്. അതുപോലെ തന്നെ അത് ഹൈബ്രിഡ് ഇനമാണ്, കൊലയായിട്ടൊക്കെ കായ്ക്കുന്നുണ്ട്. അത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കാപലം കുറവാണ് ഇതിൻ്റെ ആ സൈസ്. അപ്പം ജാതി കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഏറ്റവും ആദ്യം പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ നല്ല ഇനം ജാതി തൈകൾ വാങ്ങി പരിചരിച്ചാൽ 3-ാം വർഷം നമുക്ക് ഇത് കായ്ച്ചിരിക്കും. അതിന് ഇത് ബഡ് ജാതികളാണ്, അതെല്ലാം കായ്ക്കുകയും ചെയ്യും. 3 വർഷം നമ്മുടെ പണി പോലെ നല്ലതായിട്ട് പണിതാൽ 3-ാം കൊല്ലം എല്ലാം പൂവിടും. ഞാൻ വെച്ചിട്ട് ഇപ്പം 3 വർഷം ആകുന്നതേ ഉള്ളൂ. 2.25 വർഷം 3 വർഷമൊക്കെ ആയതേ ഉള്ളൂ. പക്ഷെ അതിലെല്ലാത്തിനും ഇപ്പം പൂക്കളെ ഇപ്പം നിരപ്പ് കാണുന്നുണ്ട്, ചിലതിലൊക്കെ കായ ആയിട്ടുണ്ട്. അപ്പം ഇത് ശ്രദ്ധിക്കേണ്ടത് നല്ല ഇനം നോക്കി വാങ്ങിക്കുക, പ്ലാന്റ് ചെയ്യുക. അതുപോലെ തന്നെ വളം ചെയ്യുന്ന കാര്യത്തിൽ ജൈവവളങ്ങൾ ഏറ്റവും കൂടുതൽ ഇടണം. ചാണകപ്പൊടിയൊക്കെ നല്ലതുപോലെ ഈ ഉണക്ക സീസണിലും എപ്പോഴും ജൈവവളം ഇടണം. ഈ രാസവളം ഞാനൊരു കുറച്ചൊരു 200 ഗ്രാം 250 ഗ്രാം ഒക്കെ നല്ല മഴ വരുന്ന സമയത്ത് ഇച്ചിരി പൊട്ടാഷ് ചേർത്ത് ഇച്ചിരി രാസവളം എല്ലാം കൂടെ ഒന്ന് തൂകിയിടുന്നതേ ഉള്ളൂ. രാസവളം അത്ര ഞാൻ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ പിന്നെ ഈ ഉണക്ക സീസണിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ പുതയിടുക, തൊണ്ട് അടുക്കി. അതായത് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ചപ്പും എല്ലാം കൂടെ കരിയിലയും ഒക്കെ കൂട്ടിയിട്ട് അതുപോലെ മടലും ഒക്കെ ഇട്ടിട്ട് ഈ നമ്മുടെ പച്ചത്തൊണ്ട് നല്ലപോലെ അടുക്കിയാല് അപ്പൊ ഈ തണുപ്പ് നിൽക്കും. അപ്പൊ അതിന്റെ പരിചരണമാണ് ജാതിയെ സംബന്ധിച്ചിടത്തോളം. ജാതിയുടെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ എങ്ങനെയൊക്കെ പരിപാലിക്കുന്നുണ്ടോ അതനുസരിച്ച് നമുക്ക് ഈൽഡ് കിട്ടും. ഉണക്കടിക്കാൻ ഒരിക്കലും സമ്മതിക്കരുത്. വേനൽക്കാലത്താണെന്ന് പറഞ്ഞാലും ശരിക്കൊരു വാട്ടം ഉണ്ടാകരുത്. ബാക്കി പിന്നെ നമ്മൾ എപ്പോഴും പോവുകയും എനിക്ക് അങ്ങനെ വലിയ കേടുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്കതുകൊണ്ട് കേടിനെ പറ്റിയൊന്നും ആധികാരികമായിട്ട് പറയാനും പറ്റുന്നില്ല. എൻ്റെ ജാതിക്കൊന്നും ഇതുവരെ തൊഴിയുകയോ ഇത് വാടിപ്പോവുകയോ അങ്ങനത്തെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പം കാണുന്നുണ്ട് ചെറിയ കാകൾ പൊട്ടുന്നുണ്ട്. അത് അത് ഉണക്കൊണ്ടാണെന്ന് ചിലർ പറയുന്നുണ്ട്. ചെറുത് പൊട്ടി കീറി പോവുക, ചെറിയ അങ്ങ് വിണ്ട് കീറി പോകുന്നുണ്ട് കുറെ. അങ്ങനെ ഒരു അസുഖങ്ങൾ അതുപോലെ എന്ന് പറഞ്ഞ പോലെ അതുപോലെ പൊട്ടി കീറി കുറെ പോകുന്നുണ്ട്. എനിക്ക് അത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. അതിന്റെ പത്രയൊക്കെ തീരെ അതുമെല്ലാം പൊട്ടിപ്പോയതാ. അതൊക്കെ ഈ ഡാമേജിൽ പോകുന്നതാ. അത് മാത്രമേ എനിക്കൊരു ദൂഷ്യമായിട്ട് കാണുന്നുള്ളൂ. ഞാനിങ്ങനെ അതിന് ഈ ഇതിന് വിഷമോ എന്തെങ്കിലും സ്പ്രേ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ വിദഗ്ധരോട് ഒന്നുകൂടെ അഭിപ്രായം ചോദിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം. ഏത് മാസം ഇത് നമുക്ക് ഒരു മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം നല്ല മഴയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രയർ തന്നെ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ്. പിന്നെ ഇതൊക്കെയെന്ന് വെച്ചാൽ പ്രായമൊക്കെ ആകുമ്പോഴത്തേന് വെയിലത്ത് കൊണ്ടുപോയി ഉണങ്ങാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ട് വരും. അപ്പൊ അതിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാനിങ്ങനെ സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാം അനുഭവം പോലും ഇരിക്കട്ടെ. ജാതി നമ്മൾ വെക്കുമ്പോൾ ആദ്യമേ നാം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നല്ല ഇനം ജാതി മേടിച്ച് വെക്കുക എന്നുള്ളതാണ്. എനിക്ക് അന്ന് ഈ ജാതിയെ പറ്റി വലിയ പരിജ്ഞാനം ഇല്ലാത്ത സമയത്താണ് ഞാൻ വെച്ചത്. എൻ്റെ താഴത്തെ വശത്തെ വലിയ ജാതികൾ നിൽപ്പുണ്ടായി. വലിയ ഒരു നല്ല പൊക്കമുള്ളതും നല്ല ഈൽഡ് കിട്ടുന്ന കുറേ ജാതിയുണ്ട്, ഒട്ടും ഈൽഡ് കിട്ടാത്തതുണ്ട്, കായ്ക്കാത്തതുണ്ട്. ഇതെല്ലാം 1-2 നേഴ്സറികളിൽ നിന്ന് മേടിച്ചതാണ്. അവർ പറയുന്നത് ഒന്നാം തരമാണ്, മറ്റേത് മറിച്ചതെന്ന് പറയും. നമ്മളുടെ അനുഭവത്തിൽ എനിക്ക് ജാതി തൈ നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ തൈയിൽ നല്ല ഗ്യാരണ്ടി ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒത്തിരി പുളിന്താനൊന്നും ഇതൊന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നല്ല ജാതികൾ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ നോക്കിയേ ജാതി തൈ മേടിക്കാവുള്ളൂ. ജാതി കൃഷിയിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജാതിയുടെ തൈ മേടിക്കുന്നത് നല്ല ഇനം തൈ മേടിച്ച് വെക്കണം. എനിക്കിതിൻ്റെ പരിജ്ഞാനക്കുറവ് കൊണ്ട് എനിക്ക് കുറേ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നല്ലതായിട്ട് കായ്ക്കുന്ന കുറേ ജാതികളുണ്ട്, എന്നാൽ കായ്ക്കാത്ത ജാതികളുണ്ട്, കുറച്ചായിട്ട് കായ്ക്കുന്ന ജാതികളുണ്ട്. പക്ഷേ ഞാൻ ഈ പുതിയത് വെച്ചതെല്ലാം ഒരുമാതിരി നല്ല തൈ ആണ് മേടിച്ച് ഈ തോട്ടത്തിൽ ഇതിനകത്ത് വെച്ചിരിക്കുന്നതെല്ലാം നല്ല തൈകളാണ്. ഇതെല്ലാം നിറച്ച് കായായി. ഇത് കണ്ടോ, ഇതിലൊക്കെ 3 വർഷം ആകുന്നതേ ഉള്ളൂ. ഇതിലൊക്കെ നല്ലപോലെ കായ പിടിച്ചിട്ടുണ്ട്. അത് മറ്റേതെല്ലാം ഞാൻ ഈ രണ്ടാമത് വെച്ചിരിക്കുന്ന ഈ ജാതി മുഴുവൻ പൂവില്ലാത്ത ഒറ്റ ജാതി പോലും എനിക്കില്ല. അപ്പം അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് നല്ല ഇനം നോക്കി മേടിക്കുക, ജലസേചനം നല്ലപോലെ കൊടുക്കുക, ശരിക്ക് പരിചരിക്കുക,
ദിവസം ജൈവവളം മാത്രമാണ്. ജൈവവളം ഇടത്തുള്ളൂ. പിന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഒരു ശകലം പൊട്ടാഷ്യം ഇച്ചിരി രാസവളം കൂടി ഇടും. ഒരു 200 ഗ്രാം അതിൽ കൂടുതൽ എടുത്തില്ല. പക്ഷെ പൊട്ടാഷ് വേണം നമുക്ക് പൂ കുത്തണേലും കായ്ക്കണേലും. പിന്നെ എനിക്ക് തോന്നുന്നു ഈ മൈക്രോ ഫുഡ് വളങ്ങളെ ഞാൻ ഈ വർഷം കുറച്ച് ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേനെ അതിനെപ്പറ്റി പറയാവുള്ളൂ. അതിന് വെച്ചാൽ വില കൂടുതലാണെങ്കിലും ഞാൻ ഈ വേള എല്ലാത്തിലും മൈക്രോ ഫുഡ് മേടിച്ച് സ്റ്റെയിൻസിൻ്റെ മൈക്രോ ഫുഡ് മേടിച്ച് ഞാൻ എല്ലാത്തിലും ഇട്ടിട്ടുണ്ട്. അടുത്ത വർഷം ആകുമ്പോഴത്തേന് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഇതാണ് എൻ്റെ കൃഷിയെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ജോണച്ചാൻ ഒരു ഡ്രയർ ഉണ്ടല്ലോ ഈ നമ്മുടെ ജാതിയുടെ പത്രിയും കുരുവൊക്കെ ഉണക്കാൻ, അതൊന്ന് കാണിച്ചേ. അത് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു. ഇത് വാങ്ങിയിട്ട് ഇപ്പം 3 വർഷം കഴിഞ്ഞു. ഇത് സ്പൈസസ് ബോർഡിന്റെ സബ്സിഡിയോട് കൂടി എനിക്ക് ലഭിച്ചതാണ്. ഇത് പത്രിയാണ് ഞാൻ പ്രധാനമായിട്ട് ഇതിനകത്ത് ഉണങ്ങുന്നത്. പത്രി ഉണങ്ങുമ്പോൾ ഒരു ദിവസം കൊണ്ടൊക്കെ ഉണങ്ങി കിട്ടും. ഇതിങ്ങനെ ആണ്. ഇതിനകത്ത് ഇത് എല്ലാ തട്ടയിലും ഒരുപോലെ ചൂട് വരുന്നതുകൊണ്ട് ഇതിന്റെ പുറകിൽ ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് മേടിച്ചപ്പോൾ തന്നെ അവര് ഇതിന്റെ കൂടെ ഉള്ളതാണ്. അപ്പൊ ആ ഫാൻ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ ചൂട് ഈ അടി മുതൽ മേല് പോലെയുള്ള എല്ലാ തട്ടയിലും ഒരുപോലെ കിട്ടും. അപ്പൊ പത്രിയൊക്കെ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടിയിലത്തെ തട്ടയില് മേലത്തെ തട്ടയില് എല്ലാം ഒരുപോലെ ഉണങ്ങി കിട്ടും. അപ്പൊ ഇതിനകത്ത് ഒരുപാട് കറണ്ട് ആകത്തില്ലേ? ഇതിന് എനിക്ക് നമ്മുടെ അഗ്രികൾച്ചർ പർപ്പസ് വെച്ച് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് എനിക്ക് അഗ്രികൾച്ചറിന്റെ ഒരു കണക്ഷൻ ലഭിച്ചു. ആ കണക്ഷനിലാണ് ഇത് ഓടുന്നത്. അപ്പൊ അത് 3 രൂപ താഴെ കറണ്ട് ചെയ്യാൻ ആകത്തുള്ളൂ. അപ്പൊ അത് ഇല്ലാതെ നമുക്ക് ഈ മഴ സീസണിലാണ് ഇതിന്റെ കൂടുതൽ ഈൽഡ് കിട്ടുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ കാ കൂടുതലും പൊട്ടുന്നത്. അപ്പൊ നമ്മുടെ പത്രികൾ കൂടുതലും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇത് ഒറ്റ ദിവസം കൊണ്ട് ഇത് പൂത്തുപോകും. പത്രി ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ പൂത്തുപോകും. അപ്പൊ അങ്ങനെ എനിക്ക് കുറെ കാലം പോയി കഴിഞ്ഞപ്പോഴത്തേനാണ് ഇതേപ്പറ്റി ഞാൻ ചിന്തിച്ചത്. അന്നേരം സ്പൈസസ് ബോർഡിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പൊ അവര് ഇവിടെ വന്നു നോക്കി എന്റെ കൃഷിയൊക്കെ കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരെണ്ണം തന്നു. അപ്പൊ അതാണ് ഇപ്പൊ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഡ്രയറിന് ഉദ്ദേശം എന്ത് വില വരും പുറത്ത്? ഇതിന് ഒരു 35,000 രൂപ 25,000 കിട്ടും. അതിന്റെ 50% നമ്മൾ കൊടുക്കണം, സ്പൈസസ് ബോർഡിൽ തരും. അപ്പൊ ബാക്കി പൈസ നമ്മൾ കൊടുത്താൽ മതി. പിന്നെ ഇത് അങ്കമാലിന്റെ ഒരു കമ്പനിയിൽ നിന്നാണ് എനിക്കിത് വന്നത്. അവരെനിക്ക് ഇവിടെ 3 സപ്ലൈ ഉണ്ടായിരുന്നത് കൊണ്ട് ഇവിടെ കൊണ്ടു തന്ന അവർക്ക് ട്രാൻസ്പോർട്ടിങ്ങിന്റെ ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതിയായിരുന്നു. അങ്കമാലി അന്ന ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞൊരു കമ്പനിക്കാരാണ് ഇത് എനിക്ക് തന്നത്. അവര് എനിക്ക് ഇവിടെ കൊണ്ടു തന്നു. ഈ ഡ്രയർ ഉണ്ടെങ്കിൽ ഉദ്ദേശം നമ്മുടെ ആവശ്യത്തിന് എല്ലാം തികയോ? നമ്മുടെ ഒരു 35 ജാതി ഉണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് കുറച്ച് ജാതിയുടെ കായ്ക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇത് അത്ര ഇപ്പം എനിക്ക് പ്രയോജനകരമാണ്. എന്റെ മേൽവശത്ത് കുറെ കൂടെ ജാതികൾ ഇപ്പൊ പൂവിട്ട് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടെ ആയി കഴിയുമ്പോഴത്തേന് ചിലപ്പോ ബുദ്ധിമുട്ട് വരുമായിരിക്കും. അല്ലെ ഷിഫ്റ്റ് വെച്ച് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇതെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് 5 കൊല്ലം ആയതല്ലേ? വേണം. ഇത് ഏതനോ ജോണപ്പ? ജോണപ്പ് ഈ അജായൻ ഇതെല്ലാം നഴ്സറിയിൽ നിന്ന് മേടിക്കണം. അപ്പോൾ ഏതിനമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഏതായാലും ഇതൊരുവിധം കുഴപ്പമില്ലാത്തതാണ്. അതും കുഴപ്പമില്ല. ചിലതിലൊക്കെ കൂടുതലും ചിലതിന് കുറവായിട്ട് നടക്കുന്നുണ്ട്. എല്ലാം അങ്ങനെയാണല്ലോ. എല്ലാം ഒരുപോലെ ഒത്തുവരികയില്ല. ചില ഇനത്തിൽ നല്ലതായിട്ട് കായുണ്ട്, ചിലതിൽ കുറവാണ്. ഇത് കുഴപ്പമില്ല. പക്ഷേ ഏതിനമാണെന്ന് ഞാൻ അറിയാൻ മേല. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുകയും കൃഷി താല്പര്യമുള്ളവരെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ 9249973122 അത് ഇതിന് വേണമെങ്കിലും വിളിക്കാം. എനിക്ക് ഈ കൃഷി താല്പര്യമുണ്ട്. എനിക്ക് കൃഷിയെ സംബന്ധിച്ച സംശയം ചോദിക്കുന്നതിന് വളരെ താല്പര്യമാണ്. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും എന്നോട് ചോദിക്കാം. നമുക്കറിയാം, എനിക്കറിയാവുന്ന വിവരങ്ങൾ എനിക്കെല്ലാം. ഞാനൊരു പരിജ്ഞാനിയാണ്. ഞാൻ ഈ കൃഷിയിലെ വലിയ ഗവേഷകനാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എനിക്കറിയാവുന്ന വിവരങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എല്ലാവർക്കും ഓക്കെ, താങ്ക് യു. നമ്മളോട് ജാതി കൃഷിയെപ്പറ്റി ഇത്രയും നേരം വിശദീകരിച്ചത് ചങ്ങനാശ്ശേരി ഇത്തിത്താനം ചിറത്തല്ലാട്ട് CC ജോൺ അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ പരിചയം എല്ലാവർക്കും സഹായമാകട്ടെ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളോട് താല്പര്യപ്പെടുന്നു. താങ്ക് യു.